റിയാലിറ്റി ഷോ താരവും ബി.ജെ.പി. പ്രവർത്തകനുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസറും മുൻ ബിഗ് ബോസ് താരവുമായ വേദലക്ഷ്മിയും തമ്മിലുള്ള വാക്പോരിൽ ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടാണ് റോബിൻ ബി.ജെ.പിയിൽ ചേർന്നതെന്ന ഗുരുതര ആരോപണവുമായി വേദലക്ഷ്മി രംഗത്തെത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം. ബി.ജെ.പി. പ്രവർത്തകരെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന റോബിന്റെ ശബ്ദരേഖയും വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടിരുന്നു. പാർട്ടിയുടെ നയങ്ങളോ തത്വങ്ങളോ തനിക്ക് അറിയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം മാത്രമാണ് ഉള്ളതെന്നുമാണ് പുറത്തുവന്ന ശബ്ദരേഖയിലുള്ളത്. കൂടാതെ താൻ സ്ഥാനാർത്ഥിയായാൽ ഒരു രാഷ്ട്രീയക്കാരന്റെ രീതിയിൽ മാത്രമായിരിക്കും സംസാരിക്കുക എന്നും ബി.ജെ.പിക്കാർ വർഗീയവാദികളാണെന്ന് റോബിൻ പറയുന്നതായും ഈ ഓഡിയോ ചാറ്റിൽ കേൾക്കാം. എന്തുകൊണ്ട് ബി.ജെ.പിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും ABCD അറിയില്ല. മോദിജിയെ ഇഷ്ടമാണ്. ബി.ജെ.പി. വർഗീയവാദികളാണ്. സത്യം പറയാമല്ലോ, ഭയങ്കരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല. ഞാൻ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോളൂ. എന്നോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനായേ ഞാൻ സംസാരിക്കൂ. വേദലക്ഷ്മി പുറത്തുവിട്ട വാട്സപ്പ് ഓഡിയോ ചാറ്റിൽ റോബിൻ പറയുന്നു. എന്നാൽ ഓഡിയോ AI ആണെന്ന് റോബിൻ അതേ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ വീഡിയോകൾ തരാമെന്ന് വേദലക്ഷ്മിയും മറുപടി കൊടുത്തു. വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് വേദലക്ഷ്മി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴേക്കാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശൂർ പൂരം തുടങ്ങുമ്പോൾ എന്താകും അവസ്ഥയെന്നും നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്, ഇത് വെല്ലുവിളിയാണെന്നും വേദലക്ഷ്മി വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ ശക്തമായതോടെ സാമൂഹ്യ മാധ്യമം വഴി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് വേദലക്ഷ്മിക്കെതിരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ റോബിൻ പരാതി നൽകിയതായാണ് വിവരം. ഞായറാഴ്ച രാവിലെ റോബിൻ നേരിട്ടെത്തി പരാതി നൽകിയതെന്നാണ് റിപ്പോർട്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിരുന്നെന്നും എന്നാൽ ജോലി ഉള്ളതിനാൽ പിന്നീട് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് പോലീസിനോട് താൻ അറിയിച്ചെന്നും വേദലക്ഷ്മി വീഡിയോയിൽ കൂടി പറഞ്ഞു. എന്റെ ഞായറാഴ്ച തുടങ്ങിയത് റോബിൻ രാധാകൃഷ്ണന്റെ കേസും അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും വച്ചാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ എത്തണമെന്നൊക്കെയാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. എനിക്ക് റോബിനോട് പറയാനുള്ളത്, തിങ്കളാഴ്ച എനിക്ക് ജോലിയുണ്ട്. വിളിക്കുമ്പോൾ ഉടനെ സ്റ്റേഷനിലേക്ക് വരാൻ നിന്നെ പോലെ വെറുതെ ഇരിക്കുകയല്ല. രാവിലെയും ഉച്ച കഴിഞ്ഞും ജോലിയുണ്ട്. ധരിപ്പിക്കാനുള്ളവരോടൊക്കെ ഇത് ധരിപ്പിച്ചിട്ടുണ്ട്. എന്റെ ജോലി കഴിഞ്ഞ് സൗകര്യമുള്ള സമയത്ത് വന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതവിടെ നിൽക്കട്ടെ. ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുള്ള തൃശൂർ പൂരം തുടങ്ങുമ്പോൾ എന്താകും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യ്. നിന്റെ വളച്ചൊടിക്കുന്ന സ്റ്റോറീസ് പോസ്റ്റ് ചെയ്തോ ബന്ധങ്ങൾ വെച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും. വെല്ലുവിളിക്കുകയാണെന്ന് തന്നെ വെച്ചോ. നീ എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് ഞാൻ തുടങ്ങും. ഇത് വെറുതെ പറയുന്നതല്ല. കുറേ നാള് കാത്തിരുന്നു. നിന്നോട് സഹതാപം തോന്നുന്ന ഒരു കാര്യം, നീ ഒരു സൈബർ കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്കു തന്നെ ഇപ്പോൾ വിനയായി വന്നപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യമുണ്ട്. പണ്ട് മുട്ടനാടുകൾ തമ്മിലടുപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026 മുട്ടനാടുകളും ആലോചിച്ചും കണ്ടുമേ എന്തെങ്കിലും ചെയ്യും. അതിനിടയ്ക്ക് നിന്ന് ഇടികൊള്ളാൻ പോകുന്നത് നീയാണ്. നീ എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാത്തിരുന്ന് കാണാം. ഇനി ഇതിൽ നിന്ന് ഒരു തിരിച്ചു പോക്കില്ല. ഒരു കാര്യം വിട്ടുപോയി. വാങ്ങിയ പൈസയൊക്കെ തിരിച്ചു കൊടുക്കു റോബിൻ, എന്നിട്ട് സംസാരിക്ക്. അതാണ് അതിന്റെ ഒരു ശരി എന്നായിരുന്നു വേദലക്ഷ്മിയുടെ വാക്കുകൾ. മറുപടിയുമായി റോബിൻ രാധാകൃഷ്ണനും രംഗത്തെത്തിയിട്ടുണ്ട്.